തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാല് പോയിന്റ് നോക്കി പുലി ഇങ്ങനെ കേറി മാന്തും, പിച്ചി ചീന്തും, പിച്ചി വാരും അല്ലെ, പിച്ച വാരം. കടലിന്റെ അടുത്ത് നിന്ന് വരും, ഒരുപാട് നാഗങ്ങൾ വരും. കടലൂർ, കടലൂർ, നാഗപട്ടണം, ഇങ്ങനെയൊക്കെ രസമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? ചങ്ങാതിമാരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? നമ്മൾ ഇന്ന് പഠിക്കുന്നത് SCERT പുതിയ പാഠഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി ഭാഗത്തെ 8ാമത്തെ ചാപ്റ്റർ നോക്കൂ. തീരങ്ങളിലൂടെ, വളരെ പ്രധാനപ്പെട്ട PSC പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. നിങ്ങൾക്ക് ഈ സ്ലൈഡൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ ഒരു ക്ലാസ് ഒരു LGS ലെവലുകാർ മുഴുവനും പഠിക്കേണ്ട ക്ലാസ് ആണ്. അപ്പൊ പിന്നെ ഡിഗ്രിക്കാരും പ്ലസ് ടുക്കാരും പഠിക്കണോ വേണ്ടയോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ PSC പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിലെ കൃത്യമായിട്ട് കീറി മുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ തുടങ്ങിയാലോ? സെറ്റ് അല്ലേ? നോക്കൂ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികൾ നമ്മൾ പഠിക്കുന്നില്ല, മറിച്ച് അത് എന്തുമായി ബന്ധപ്പെടണം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സമുദ്ര സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്യുലേറ്റ് സൊസൈറ്റി. നോക്കൂ, ഹാക്യുലേറ്റ് സൊസൈറ്റി, ആ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഹാക്യുലേറ്റ് സൊസൈറ്റി, ഹാക്ക് ചെയ്യാൻ ആലോചിക്കാം. അവർ തയ്യാറാക്കിയ ഒരു എന്താ പറയാ ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ. എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. ഒരു പക്ഷേ നമ്മളോട് ചോദിക്കാം, ഹിസ്റ്ററി ഭാഗത്ത് ചോദിക്കാലോ അല്ലെ, ജോഗ്രഫിയിലാന്ന് പറഞ്ഞ ഒഴിവാക്കില്ലല്ലോ. എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ എന്ന പുസ്തകം എവിടെയാണ് പ്രസിദ്ധീകരിച്ചത് ചോദിച്ചാൽ ഹാക്യുലേറ്റ് സൊസൈറ്റി ആണ് കേട്ടോ. അല്ലെങ്കിൽ ആരാണ് തയ്യാറാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്യുലേറ്റ് സൊസൈറ്റി. ഹാക്ക് ചെയ്തു വാസ്കോ ഡ ഗാമയെ കുറിച്ച് ആലോചിക്കുക. എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. ഓക്കെ, ചുമ്മാ ഞാൻ അതിലൊരു പോയിന്റ് നുള്ളിപ്പറക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് ഉണ്ട്. PSC പരീക്ഷകളിൽ ഇടക്കിടക്ക് വരുന്ന മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഇന്ത്യക്ക് എത്ര തീരദേശമുണ്ട്? 7516.6 എന്നായിരുന്നു ഇത്രയും കാലം PSC പരീക്ഷകളൊക്കെ ചോദ്യമായിട്ട് ഉത്തരം വരാറ്. അത് റൗണ്ട് ചെയ്ത് കൊടുത്താണ്. ഒരു പക്ഷേ 7516.6 എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ 7517 എന്ന് ചോദിക്കാം. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ സംഖ്യ അല്ല കാണുക. ഇത് മുമ്പത്തെ ഒരു കണക്കാണ്. പക്ഷേ SCERT പുതിയ പാഠഭാഗത്ത് ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ സംഖ്യ എല്ലാവരും പഠിക്കണം. അവിടെ ഒരു നല്ല ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ കര അതിർത്തി, ഇന്ത്യ മഹാരാജ്യത്തിന് 2 അതിർത്തിയല്ലേ, ഒന്ന് സമുദ്ര അതിർത്തി, ഒന്ന് കര അതിർത്തി. അപ്പോ കര അതിർത്തി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമ്മുടെ പിള്ളേർ കമന്റ് ചെയ്യും. ഇവിടെ ഞാൻ ഒരു അടിപൊളി പോയിന്റ് പറയട്ടെ. ഈ അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചു, ഇന്ത്യയുടെ മെയിൻ ലാൻഡ്, ഇന്ത്യയുടെ പ്രധാന കരഭാഗം ഉണ്ടല്ലോ, അവിടെയുള്ള സമുദ്ര തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ആ ചോദ്യം വന്ന സമയത്ത് ഓപ്ഷനില് ഒരു പക്ഷേ 7516 അല്ലെ 7517 കണ്ടാൽ നിങ്ങൾക്ക് സംശയമാവും. ഇന്ത്യയുടെ സമുദ്രത്തിന്റെ ദൈർഘ്യം നമ്മൾ പഠിക്കും 7517 അല്ലെങ്കിൽ 16.6. അത് പഠിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ എന്തായിരിക്കും, ഇന്ത്യയുടെ സമുദ്ര തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ലാൻഡ് നിങ്ങൾ കാണുന്ന ഇന്ത്യ, ഈ ഇന്ത്യ കണ്ടോ, ഇവിടെ ഈ കാണുന്ന മെയിൻ ലാൻഡിൽ എത്രയാണെന്നായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം പിള്ളേരെ 6100 കിലോമീറ്റർ ആയിരുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ പാഠഭാഗത്ത് പറയുന്നില്ല, പക്ഷെ PYQ ആണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 7517 വരുന്നത് അല്ലെ? 7517 അത് ഈ കാണുന്ന ആൻഡമാൻ കണ്ടോ നിങ്ങൾ, എന്റെ പിറകിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇവിടെ ലക്ഷദ്വീപ്, ഇങ്ങനെ എല്ലാ കാര്യവും നുള്ളിപ്പറക്കി എല്ലാത്തിന്റെയും കൂടി കൂട്ടുമ്പോഴാണ് നമ്മുടെ ആകെ അല്ലെ സമുദ്ര തീര ദൈർഘ്യം എത്രയാണെന്ന് പറയുന്നത്. 7517 അല്ലെങ്കിൽ 7516.6. ക്ലിയർ ആണല്ലോ? അപ്പൊ അതല്ലാതെ മെയിൻ ലാൻഡിൽ എത്രയാണ്? 6100 കിലോമീറ്റർ എന്ന് ജസ്റ്റ് നോട്ട് ചെയ്തൊക്കെ PYQ ആണ്. ഇവിടെ ആദ്യം തന്നെ ഈ പിക്ചർ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കണം. കേരളം ഉൾപ്പെടുന്ന മേഖല, കേരളം ഉൾപ്പെടുന്ന മേഖല എന്ന് കേൾക്കുന്നത് ഈ മേഖല, ഇത് എന്താ വിളിക്കുക? പടിഞ്ഞാറ് മേഖല അല്ലെ. എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാമല്ലോ, പടിഞ്ഞാറൻ തീര സമതലം. സെറ്റാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളും ഒഡീഷയും ആന്ധ്രയൊക്കെ വരുന്ന മേഖല എന്താണ്? കിഴക്കൻ തീര സമതലം. ഈ 2 മേഖല ക്ലിയർ ആണ്. ഇത് 2ആണ് ഇന്ത്യയുടെ തീര സമതലങ്ങൾ. നമുക്ക് പ്രധാനമായിട്ട് തിരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ലക്ഷദ്വീപുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുണ്ട്. നമുക്ക് ഈ തീര സമതലങ്ങളെ പ്രധാനമായിട്ടും പടിഞ്ഞാറെന്നും കിഴക്കെന്നും തിരിച്ചല്ലോ. നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പൊ പടിഞ്ഞാറൻ തീര സമതലത്തെ കുറിച്ച് നല്ലൊരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ചോദ്യത്തിനകത്ത് പെട്ടതാണ് താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും. നോക്കൂ പിള്ളേരെ, കൃത്യമായിട്ട് പഠിക്കണേ. അപ്ലിഫ്റ്റ്മെന്റ് അതായത് തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം, ഈ ടേം പഠിക്കുക. എല്ലാവരും പഠിച്ചേ. ഉത്ഥാനം, ഉദ്ഘാടനമല്ല, ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം.
ഉത്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാതെ ഉയർത്തുന്ന ഉത്ഥാനം ഒന്ന് പറഞ്ഞു നോക്കിയേ, ഉത്ഥാനം. അങ്ങനെ ഒരു ഭൗമ പ്രവർത്തനം നടക്കുന്നു. ഇതെന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. ഓക്കെ, ഇത് വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോ നമ്മളൊരു പക്ഷേ നിങ്ങൾ കടപ്പുറത്ത് പോയിട്ട് കടൽ താന്നിട്ടാണ്, ഞങ്ങൾ മുകളിലാണ്, അതല്ലെങ്കിൽ കടപ്പുറത്ത് പോയിട്ട് കടൽ പൊന്തിയിട്ടാണ്, സുനാമി ഒക്കെ വരണം, അങ്ങനെ കടൽ പൊന്തണമെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കി വിശദമായിട്ടൊന്നും പഠിക്കണ്ട. നിങ്ങൾ ആ കൺസെപ്റ്റ്, ഞാൻ ഈ പറഞ്ഞ ടേം ഓർത്തു വെച്ചേ. ഉത്ഥാനം എന്ന് കേട്ടാൽ ഉയർത്തുക എന്ന് ചിന്തിക്കുക. എന്താണ് അവിടെ പോയിന്റ്? നോക്കൂ, ഉത്ഥാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. അപ്പൊ അവിടെ കരഭാഗം ഉയർന്നത് കൊണ്ട് ഉയർത്തുക, ഉത്ഥാനം എന്നൊരു പ്രവർത്തനം അവിടെ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? കടല് പിറകോട്ട് പോവുകയും പറഞ്ഞ രൂപത്തില് തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്ന് വെച്ചാൽ കരഭാഗം കുറച്ച് ഹൈറ്റിലും കടല് കുറച്ച് താന്നു നിൽക്കുന്നു. ആലോചിക്കുക. അപ്പൊ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്ന അത്തരം ഒരു തീരങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്ന് വിളിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക, ഉയർത്തപ്പെട്ട തീരങ്ങൾ. അപ്പൊ നിങ്ങൾ നമ്മുടെ കോഴിക്കോടോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെ പോയിട്ട് കടൽ താന്നിട്ടല്ലേ, ഞങ്ങൾ കര പൊട്ടിട്ടല്ലേ എന്ന് ചിന്തിക്കരുതേ. അതാ ഞാൻ പറഞ്ഞ അങ്ങനെ ചിന്തിക്കരുതെന്ന്. കാരണം PSC പരീക്ഷകളിൽ ചോദിക്കും, നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ടതാണ്, ഉയർത്തപ്പെട്ടതല്ല. അപ്പൊ താഴ്ത്തപ്പെട്ട തീരമാണ്. എന്നാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ നമ്മുടെ മാപ്പിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കിഴക്ക് മേഖലയിൽ കാണുന്ന കിഴക്കൻ തീരസമതലം അതൊരു ഉയർത്തപ്പെട്ട തീരസമതലമാണ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ചിന്തിച്ചാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് സിമ്പിളായിട്ട് ആ വാക്ക് പിടിച്ച് ആലോചിച്ച് പഠിക്കുക. എന്താണ് മക്കളെ? കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? നിങ്ങൾ ആലോചിക്കുക. കുട്ടനാട് പഠിക്കാൻ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. കുട്ടനാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട് കുട്ടനാട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കില്ലേ, സമുദ്രനിരപ്പിന് താഴെ എന്ന് വെള്ളം അങ്ങോട്ട് കയറില്ലേന്ന്? അപ്പൊ ആ ഒരു ചിന്ത ഇപ്പൊ കേരളത്തിലാണല്ലോ കുട്ടനാട്, എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഉയർത്തപ്പെട്ട തീരങ്ങളാണ്, എമേർജ്ഡ് കോസ്റ്റ് ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ പോയി ഇങ്ങനെ വിശദമായിട്ട് പഠിക്കൊന്നും വേണ്ട, നമുക്ക് മാർക്ക് കിട്ടിയാൽ പോരെ, MCQ അല്ലേ, മതി. അപ്പൊ അതുകൊണ്ട് ഉത്ഥാനം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഉത്ഥാനം ഉയർത്തുക. അപ്പൊ തീരസമതലങ്ങളിൽ രണ്ടാക്കി നമുക്ക് തിരിക്കാം. ക്ലിയർ ആണേ? ആ ഒരു ഉത്ഥാനം എന്ന് പറയുന്ന ഒരു ഭൗമ പ്രവർത്തനം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? തീരദേശ ഭാഗം താഴുന്നു, കരഭാഗം കുറച്ച് ഉയരുകയും ചെയ്യുന്നു. ഇങ്ങനെ കടൽ പിൻവാങ്ങി താഴോട്ട് പോവുകയും തീരം അല്ലെങ്കിൽ കടൽ ഈ പറയുന്ന കരഭാഗം കുറച്ച് പൊന്തുകയും ചെയ്യും. അതിന് നമ്മൾ എന്ത് വിളിക്കും? എമേർജ്ഡ് കോസ്റ്റ് അഥവാ ഉയർത്തപ്പെട്ട തീരങ്ങൾ. നേരെ ഓപ്പോസിറ്റ്, താഴുക. ഈ കരഭാഗം കുറച്ച് താഴുന്നു, അതുപോലെ തന്നെ സമുദ്രഭാഗം അല്ലെങ്കിൽ കടൽ എന്ത് ചെയ്യുന്നു? കടൽ കുറച്ച് കയറുന്നു. അതിന് നമ്മൾ എന്ത് വിളിക്കും? താഴ്ത്തപ്പെട്ട തീരം. ആ തീരം താഴുകയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക അറിയോ? താഴുക എന്ന് പറയുമ്പം അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട എന്ന് പറയുമ്പം അവതലനം. താഴ്ത്തുന്നു തല, താഴ്ത്തുന്നു തല, ഉയർത്തുന്നു ഉദ്ദ, ഉയർത്തുന്നു ഉദ്ദ, താഴ്ത്തുന്നു തല. അങ്ങനെ പഠിച്ചാൽ മതി, നമുക്ക് മാർക്ക് കിട്ടിയ പോരെ, മതി. അപ്പൊ അവതലനം പഠിച്ചേ. അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടപ്പുറത്ത് പോയി ചിന്തിക്കരുതേ മക്കളെ. നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ പഠിക്കുക, പക്ഷെ കടപ്പുറത്ത് പോയിട്ട് നിങ്ങൾ താഴുക പൊന്തുക അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പിള്ളേരുടെ ഡൗട്ട് എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം ഏതാണ്? അവതലനം. തീരദേശം താഴുന്നു അല്ലെ? അങ്ങനെ സമുദ്രനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് എന്തു പറയുന്നു? താഴ്ത്തപ്പെട്ട തീരങ്ങൾ. അപ്പൊ കേരള തീരങ്ങൾ എന്താണ്? ഈ പറയുന്ന കടല് കയറി രൂപപ്പെട്ട തീരങ്ങളാണ്. കടല് കയറി രൂപപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തീരങ്ങൾ താഴ്ത്തപ്പെട്ടതാണ്. പടിഞ്ഞാറൻ. ഇപ്പൊ കേരളത്തിലെ ബീച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, അല്ലാതെ ആലോചിക്കുക. പടിഞ്ഞാറൻ തീരസമതലം. സെറ്റ് ആണല്ലോ? ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഇതാണ് ആ പോയിന്റ്. പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. അപ്പൊ കിഴക്കൻ എന്താണ്? അതൊരു ഉയർത്തപ്പെട്ടതാണ്. ആ ടേം എന്താണ്? ഉയർത്തപ്പെട്ട തീരങ്ങളുടെ കാരണം എന്താണ്? ഉത്ഥാനം. താഴ്ത്തപ്പെട്ട തീരങ്ങളുടെ കാരണം എന്താണ്? അവതലനം. എന്താണ്? അവതലനം. ഇതാ ബോക്സിലാക്കി വെക്കാം. അവതലനം. ഇതാ ഉത്ഥാനം. ബോക്സിലാക്കി വെച്ച്. ഉത്ഥാനം, ഉയർത്ത, ഉത്ഥാനം, താഴ്ത്ത, അവതലനം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, നമുക്ക് രണ്ടാക്കിയിട്ട് നമ്മുടെ തീരങ്ങളെ തിരിക്കാം എന്ന് പറഞ്ഞു. ഒന്ന് പടിഞ്ഞാറൻ തീരസമുദ്രം, മറ്റൊന്ന് കിഴക്കൻ തീരസമുദ്രം. നമുക്കത് നോക്കിയാലോ. അറബിക്കടൽ അല്ലെ? ആ അറബിക്കടലിനും അതുപോലെ തന്നെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഫോട്ടോ നോക്കുക. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി അല്ലെ? ഈ കാണുന്നത് ഉപദ്വീപീയ.
അപ്പൊ ഇത് അറബിക്കടൽ, ഇതിന്റെ നടുക്കുള്ള ചെറിയൊരു ആ ഒരു റോസ് കളർ കണ്ട നിങ്ങൾ ഈ ഗുജറാത്തിൽ ഇങ്ങനെ കാണാതൊക്കെ കാണാണ്ട, ഈ ഗുജറാത്ത് ഇങ്ങനെ കാണാം, ഇങ്ങനെ കാണാം, ഇങ്ങനെ 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 പോകുന്നത് ആ ഒരു ചെറിയ ഏരിയ, അതാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. അതിങ്ങനെ പോയി 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 ഇതാ കന്യാകുമാരി വരുത്തുകയാണ്. അപ്പൊ പടിഞ്ഞാറൻ തീരസമുദ്രം എവിടെയാണെന്ന് മനസ്സിലായി. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കേണ്ട 3 പോയിന്റുകളാണ്. അപ്പൊ അങ്ങ് ഞാൻ മുകളിൽ ഗുജറാത്ത് പറഞ്ഞു. അപ്പൊ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം ഇതിന്റെ നീളമൊക്കെ ലോക കോമഡിയാണ്. പുതിയ SCERT കണക്കുകൾ നിങ്ങൾ ആ ഹിമാദ്രി അതുപോലെ തന്നെ ഹിമാചൽ ഇതിന്റെയൊക്കെ കണക്കൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. പൊട്ട തെറ്റായ ഒരുപാട് ഫാക്ട് പുതിയ SCERT പാഠഭാഗത്തിന്റെ എന്താണ് അതിന്റെ കാര്യം എന്ന് എനിക്കറിയില്ല. ഇനി PSC പരീക്ഷകൾ SCERT പാഠഭാഗങ്ങൾ നേരിട്ട് എടുക്കുകയാണെങ്കിൽ അത് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ പറയുന്ന സംഖ്യകൾ ഇനി അങ്ങോട്ട് ഞാൻ പറയും. SCERT ആയതുകൊണ്ട് ഞാൻ തിരുത്തുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അതുപോലെ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ്. ഓക്കെ, 1840 കിലോമീറ്റർ. കാരണം മുൻകാലങ്ങളിൽ പല SCERT ഇങ്ങനത്തെ ചോദ്യങ്ങളും SCERT കൊടുക്കുന്ന പോലെ PSC ഫൈനൽ ആൻസർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, ചാലഞ്ച് ചെയ്താലും ചിലപ്പോൾ PSC അങ്ങനെയൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ 1840 കിലോമീറ്റർ നീളത്തിലാണ് എന്ത് കാണപ്പെടുന്നത്, പടിഞ്ഞാറൻ തീരസമുദ്രം. നിലവിലെ കണക്ക് പ്രകാരം നല്ല കേട്ടോ, മുമ്പത്തെ കണക്കാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. എത്രയാണ് 1840. കൃത്യമായിട്ട് സംഖ്യ പഠിക്കണം. 1840 പടിഞ്ഞാറൻ തീരസമുദ്രം ആകെ. ഓക്കെ ആണല്ലോ. അങ്ങനെ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ. ഞാനിപ്പോ കാണിച്ച റോസ് കളറേ 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ് വീതി. നീളം എത്രയാണ്? 1840. വീതി എത്രയാണ്? 10 മുതൽ 15 കിലോമീറ്റർ. പഠിച്ചോ സെറ്റ് ആണോ? ഇതെന്ത് തീരമാണ്? സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്, താഴ്ത്തപ്പെട്ട തീരമാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. പുതിയ SCERT സ്റ്റാർ ഇട്ട് വെക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി. കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരസമരം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. ക്ലിയർ ആണല്ലോ ആ കൺസെപ്റ്റ്? യെസ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്, ഇപ്പൊ ഞാൻ കാണിച്ചു ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ. അതിന് നമുക്ക് 3 തിരിക്കാം പിള്ളേരെ. ഏറ്റവും മുകൾ ഭാഗത്തെ ഗുജറാത്ത് തീരം എന്നും, അതിന്റെ നടുക്കിൽ കൊങ്കൺ റെയിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം ഗോവ ഉൾപ്പെടുന്ന മേഖല കൊങ്കൺ തീരം. പിന്നീട് ഏറ്റവും അടിയിലേക്ക് തമിഴ്നാട് വരെയുള്ള മേഖല മലബാർ തീരം. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് തിരിക്കാം. കണ്ടോ, ഗുജറാത്ത് തീരം, അതുപോലെ തന്നെ കൊങ്കൺ തീരം കാണുന്നുള്ളത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണേ. ദെൻ മലബാർ തീരം. ഇത് 3 സെറ്റായി പഠിക്കുക, ബേസ് ആണ്. അപ്പൊ പുതിയ പിള്ളേരൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഞാൻ കിഴക്കൻ തീരം ക്ലാസ് എടുക്കുമ്പോൾ ഇത് വീണ്ടും കാണിച്ചിരുന്നില്ല. അപ്പൊ കിഴക്ക് മേഖല ഇതാണ്, എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം. അതിന് നമുക്ക് 2 തിരിക്കാം. അതെങ്ങനെ പഠിക്കും? എങ്ങനെ പഠിക്കുക? വടക്ക് മുകൾ ഭാഗത്തുള്ളത് വടക്കൻ സിർക്കാർ തീരം. കണ്ടോ, വടക്കൻ സിർക്കാർസ് ഏറ്റവും മുകൾ വടക്കായിരുന്നു വടക്കൻ സിർക്കാർസ്. അപ്പൊ താഴെ എന്തായിരിക്കും? കോറാമാൻഡൽ. ബൈഹാർട്ട് ചെയ്ത് കൊടുക്കാം, കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഇവിടെ വരെ ഏകദേശം, ഇവിടെ കുറച്ച് തടാകങ്ങളൊക്കെ ഉണ്ട്. പുലിക്കെട്ട് തടാകം എവിടെയാണ്? കൊല്ലേരു തടാകം എവിടെയാണ്? ഡൗട്ട് വരും. അപ്പൊ ആന്ധ്രാപ്രദേശിൽ ആ മേഖലയിൽ വെച്ചിട്ടാണ് ഇത് 2 ഒന്ന് കോറാമാൻഡൽ തീരം, മറ്റൊന്ന് വടക്കൻ സിർക്കാർ തീരം. കൃത്യമായിട്ട് പഠിക്കുക. വടക്കൻ സിർക്കാർ വടക്ക് മേഖല, താഴത്ത് കോറാമാൻഡൽ. സെറ്റ് ആണല്ലോ? അങ്ങനെ 5 ഡിവൈഡ് ചെയ്ത് നമുക്ക് 5 പഠിക്കാം. നമുക്ക് ആദ്യം ഗുജറാത്ത് നോക്കിയാലോ. ഗുജറാത്ത് തീരസമുദ്രം, റാൻ ഓഫ് കച്ച് മുതൽ നോക്കണേ, ചതുപ്പ് പ്രദേശവും അതുപോലെ തന്നെ കച്ച് സ്വരാഷ്ട്ര മേഖലയുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമുദ്രം. നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ കിട്ടും. ഓക്കെ ആണല്ലോ. റാൻ ഓഫ് കച്ച് മുതൽ സ്വരാഷ്ട്ര മേഖലകൾ അല്ലെ, മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിന്റെ ആ ഒരു മേഖല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 നദികളുണ്ട്. ഒരുപക്ഷെ പുതിയ പിള്ളേർക്ക് ഇത് അറിയണ്ടാവില്ല. കേരളത്തിൽ മാഹി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ലെ, മയ്യയുടെ കഥാകാരൻ മുകുന്ദനാണ്. അപ്പൊ ആ മാഹി പുഴയൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. മാഹി കാണാൻ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട. മാഹി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുജറാത്ത് തീരസമുദ്രത്തിൽപ്പെട്ട, ഗുജറാത്ത് മേഖലയിൽപ്പെട്ട ഒരു നദിയാണ് സബർമതിയും മാഹിയും. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കുക, സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഗുജറാത്തൻ മേഖലയിൽ കേട്ടോ, ചെറുതും വലുതുമായ ദ്വീപുകളുണ്ട്, ഉപദ്വീപുകളുണ്ട്, കടലിടുക്കുകളുണ്ട്, ചതുപ്പ് നിലങ്ങളുണ്ട്, വേലിയേറ്റ ചാലുകൾ. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. എവിടെയാണ്? ഗുജറാത്ത് തീരസമുദ്രത്തിലാണ്. വേലിയേറ്റ ചാലുകൾ അല്ലെ, വേലിയേറ്റം മൂലമാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഗുജറാത്ത്, നിങ്ങൾക്കറിയാം. അപ്പൊ വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയ മേഖലയുടെ സവിശേഷതയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചില പോയിന്റുകൾ ഞാൻ നുള്ളിപ്പെറുക്കി പറയും. അത് മാത്രമാണ് എടുത്തു പറയുക, പഠിക്കുക. കപ്പലുകളുടെ ശവപ്പറമ്പ് കൃത്യമായിട്ട് പഠിക്കണം. PYK റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം ഉത്തരം അലാങ്. എന്താണ് അലാങ് അല്ലെ? കപ്പലുകളുടെ ശവപ്പറമ്പ്. അവിടെ ഭയങ്കര അലർച്ചയാണ്. കപ്പലുകൾ ശവമായിട്ടില്ലേ അങ്ങോട്ട് കൊണ്ടുപോകും പറമ്പിലേക്ക്. അപ്പൊ അലറി വിളിക്കുക ചെയ്യാ, കപ്പലുകളുടെ ശവപ്പറമ്പ് അലാങ്. അലാറം പോലെ അല്ലേ, അലാങ്. അലാറം മുളക്കിക്കൊണ്ട് ഇങ്ങനെ പൊളിക്കുക, അലാങ് കേട്ടോ. പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നോക്കൂ,
പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ 2 പ്രദേശങ്ങളാണ് SCRT പറയുന്നത്. അത് രണ്ടും അതുപോലെ PSC പരീക്ഷ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. 2 എക്സാക്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സൂററ്റ്, വഡോദര. ഗുജറാത്തൻ തീരത്തിൽ അല്ലെങ്കിൽ ഗുജറാത്ത് തീരസമുദ്രത്തിൽ ഉൾപ്പെടുന്ന 2 പ്രധാനപ്പെട്ട പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങൾ, ഒന്ന് സൂററ്റ്, മറ്റൊന്ന് വഡോദര. കപ്പലുകളുടെ ശവപ്പറമ്പ് അലാങ് സ്ഥിതി ചെയ്യുന്നു ഗുജറാത്ത് തീരസമുദ്രത്തിൽ. ക്ലിയർ ആണല്ലോ. മത്സ്യബന്ധന ഹാർബർ പേര് പഠിക്കുക. വെരവാൽ. എന്താണ് വരാൽ എന്ന് പറഞ്ഞൊരു മീൻ നിങ്ങൾക്കറിയോ? വരാൽ അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ പാടങ്ങളിലൊക്കെ വരാൽ ഉണ്ടാവാറ്. വരാൽ പിടിക്കാറില്ല നിങ്ങൾ ചൂണ്ടിട്ടൊക്കെ? അപ്പൊ വരാല് അതൊരു മീനാണ്. അപ്പൊ മത്സ്യബന്ധന തുറമുഖം വരാൽ എന്ന് പറഞ്ഞത് എവിടെയാണ്? അതൊന്ന് ഇഷ്ടപ്പെട്ട് ആലോചിച്ചേ. വരാൽ എവിടെ അല്ലെങ്കിൽ വെരവാൽ എവിടെ? ഗുജറാത്തിലാണ്. എന്ത് രസാ പഠിക്കാൻ. സൂററ്റും വഡോദരയും പരുത്തി തുണി, അലാങ് എന്ന് പറയുന്ന കപ്പലുകളുടെ ശവപ്പറമ്പ്, വെരവാൽ എന്ന് പറയുന്നത് എന്താണ്? വെരവാൽ ഒരു മത്സ്യബന്ധന തുറമുഖമാണ്, ഹാർബറാണ്. മത്സ്യം വെരവാൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദണ്ഡി കടപ്പുറം എവിടെയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഉപ്പുപാടമാണ് ദണ്ഡി കടപ്പുറത്ത്. ആ കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ ഇതൊക്കെയാണ് ഗുജറാത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നോക്കൂ, ഈ ഗുജറാത്ത് തീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ പഠിക്കാനുള്ളത്, റാൻ ഓഫ് കച്ച്. ഒരുപാട് തവണ PSC പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റാൻ ഓഫ് കച്ച്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. എല്ലാവർക്കും അറിയാം. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. അപ്പൊ ഈ റാൻ ഓഫ് കച്ച് മരുഭൂമിയാണോ? നമ്മള് ദുബായിലൊക്കെ കാണുന്ന പോലെ, ഗൾഫിൽ കാണുന്ന പോലെ മരുഭൂമിയാണോ? അല്ല. മറിച്ച് മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. അതുകൊണ്ടാണ് വെളുത്ത ഉപ്പ് മണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. പഠിച്ചു വെച്ചേക്കുക, ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നോക്കൂ, നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം 2 പോയിന്റാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതൊരു ലവണ മരുഭൂമിയാണ്. കിട്ടിയല്ലോ. മറ്റൊരു പോയിന്റ്, ഇന്ത്യ പാക് അതിർത്തിയിലാണ് റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ്, 26,000 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതിയുള്ളത്. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, അവിടെ നടക്കുന്ന ഒരു ഉത്സവമാണ്. എന്താണ്? റാൻ ഉത്സവം നടക്കുന്നു. ഏത് മാസം? നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അടുത്തൊരു പോയിന്റ് നോക്കൂ, 2 ആക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന റാൻ ഓഫ് കച്ചിനെ തിരിക്കുന്നു. ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നും അല്ലെ? നമ്മള് ആൻഡമാൻ നിക്കോബാറൊക്കെ തിരിക്കാറില്ലേ? അതുപോലെ ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ തീരമായ കൊങ്കൺ തീരത്തേക്ക് വരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുജറാത്ത് തീരസമുദ്രത്തിന് തെക്ക് ഭാഗത്ത് ദാമൻ മുതൽ, അവിടെ നോക്കൂ, ദാമൻ, ആ ഒരു ഏരിയ ഒക്കെ പഠിക്കണേ. ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദാമൻ മുതൽ ഗോവ വരെയാണ് കൊങ്കൺ തീരമുള്ളത്. ക്ലിയർ ആണ്? എത്രയാണ് ഏകദേശ കിലോമീറ്റർ? ഇതാണ് ഞാൻ പറഞ്ഞത്. പുതിയ കണക്കൊക്കെ നിങ്ങൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. പക്ഷെ തൽക്കാലം SCRT പറയുന്നത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇവിടെ കൊങ്കൺ തീരത്തിന്റെ ദൂരമായിട്ട്, ഏകദേശ ദൂരമായിട്ട് പറയുന്നു 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ പഠിച്ചു വെക്കണേ. ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്ന കൊങ്കൺ തീരത്തിന്റെ ഏകദേശ നീളം 500 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തീരസമതലം ഇവിടെ അങ്ങനെ ഇടുങ്ങിയ തീരസമതലമാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഒരു പക്ഷെ എന്ത് ചെയ്യും? നമ്മളത് മലബാർ തീരമാണെന്ന് ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ തെറ്റാണ് നമ്മൾ ചിന്തിക്കും. കൊങ്കൺ തീരവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. എന്താണ് ഈ പോയിന്റ്? വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ സ്റ്റാർട്ട് വെക്കാം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. നിങ്ങൾ ഗുജറാത്തിന്റെ ഫോട്ടോ കണ്ടില്ലടാ? നോക്കിയേ, ഗുജറാത്തിന്റെ ഫോട്ടോ കണ്ടില്ലേ? ഇവിടെ ഗുജറാത്ത് തീരം അത്യാവശ്യം നല്ല വിസ്തൃതിയുണ്ട്. എന്നാൽ കൊങ്കൺ തീരമാണ് ഇവിടെ കണ്ടത്. ഇവിടെയൊക്കെ ഭയങ്കര ഇടുങ്ങിയതാണ്. എന്തുകൊണ്ടാണ്? അവിടെ പശ്ചിമഘട്ടം ഉണ്ട്. അപ്പൊ ആലോചിക്കുക, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരസമതലം ഇടുങ്ങാനുള്ള കാരണം മനസ്സിലാക്കി വെച്ചു. കൊങ്കൺ തീരത്തിന്റെ വടക്കു ഭാഗം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിനോട് ചേർന്ന ഭാഗം. ഓക്കെ, ആ മഹാരാഷ്ട്രയുടെ മേഖല, അവിടെ മണൽ നിറഞ്ഞ തീരങ്ങളാണ്. കൃത്യമായിട്ട് പഠിക്കണം. ആ കൊങ്കൺ തീരത്തിന്റെ വടക്കു മേഖല മണൽ നിറഞ്ഞ തീരങ്ങളും
തെക്കു ഭാഗം പാറക്കൂട്ടങ്ങളുമാണ്. തെക്കു ഭാഗം എന്താണ്? പാറക്കൂട്ടങ്ങളാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്കു ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കു ഭാഗം എന്താണ്? പാറക്കൂട്ടങ്ങളുമാണ്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ, ഗോവയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങളൊക്കെ എവിടെയുണ്ട്? ഈ ഒരു മേഖലയിലുണ്ട്. ദ്വീപുകളുണ്ട്, ബീച്ചുകളുണ്ട്, ക്ലിഫുകളുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവ, ഇവിടെ ഒരുപാട് ധാരാളം ബീച്ചുകൾ ഉണ്ട് അല്ലെ, അറിയാം. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നത്. അടുത്തൊരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. കൊങ്കൺ തീരം എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ട മലനിരകൾക്ക് സമാന്തരമായതുകൊണ്ട് അവിടെ അല്ലെ ഇടുങ്ങിയതാണ്. ഒന്നാമത്തെ പോയിന്റ്. വടക്കൻ മേഖല മണൽ തീരങ്ങളും തെക്കൻ മേഖല പാറക്കൂട്ടങ്ങളുമാണ്. രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് പഠിക്കുക. ആർദ്ര കാലാവസ്ഥ, ഈ പറയുന്ന ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയായതുകൊണ്ട് കൊങ്കൺ തീരം ജൈവ വൈവിധ്യ സമ്പന്നമാണ് എന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഒരു ചോദ്യം പിടിച്ചോ. കൊങ്കൺ തീര സമതലവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വായിച്ചു നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തേ, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണേ. വേണമെന്ന് ആൻസർ കമന്റ് ചെയ്ത് നിങ്ങളെ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ്. ശരിയാണല്ലോ, ശരിയാണ്. ഏകദേശം 500 കിലോമീറ്റർ നീളം. ശരിയാണ്. വേലിയേറ്റ ചാലുകൾ കാണപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചില്ലല്ലോ, പഠിച്ചിട്ടില്ല. അപ്പോൾ തെറ്റാണ്. വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കു ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതുമാണ്. ശരിയാണ്. അപ്പൊ ഉത്തരം സി ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടണം. ഇപ്പൊ കിട്ടും, പരീക്ഷയിൽ കിട്ടണേ. നോക്കൂ, അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മനോഹരമായ ഒരു പോയിന്റ് ആ ഒരു മേഖലയിൽ തന്നെയുള്ളതാണ് സെന്റ് മേരീസ് ദ്വീപുകൾ. സെന്റ് മേരീസ് ദ്വീപ് എന്ന് കേട്ടാൽ എന്താണ് പ്രത്യേകത? അവിടെ ഒരു കൽത്തൂണുകൾ പോലെയുള്ള പ്രത്യേകമായിട്ടുള്ള ചില ശിലകൾ കാണാൻ പറ്റും. നോക്കൂ, കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ, ശ്രദ്ധിക്കണം, കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപുകൾ. അപ്പൊ മാൽപേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത് നമ്മുടെ ശിരൂര് ലോറി അപകടത്തിൽപ്പെട്ടില്ലേ, അവിടെ ഒരു മാൽപേ എന്ന് പറയുന്ന ഒരാൾ രക്ഷിക്കാമെന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന മുങ്ങൽ വിദഗ്ധനാണല്ലോ. അപ്പൊ മാൽപേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദ്യമായിട്ട് ചോദിക്കും, മാൽപേ മത്സ്യബന്ധന ഹാർബർ എവിടെയാണ്? നേരത്തെ വരവാൽ എന്ന് പഠിച്ചു നിങ്ങൾ അല്ലേ? അപ്പൊ വരയാൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മത്സ്യബന്ധനം ഗുജറാത്തിലാണ് വരയാൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മാൽപേ എന്ന് കേൾക്കുമ്പോൾ കർണാടകയിലേക്ക് നിങ്ങൾ പോവുക. ആ പറയുന്ന അർജുന്റെ ഒരു അപകടം ആലോചിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളെ മനസ്സിലേക്ക് മാൽപേ എന്ന് കേൾക്കുമ്പോൾ അത് എവിടെയാണ്? മാൽപേ ഈ പറയുന്ന കൊങ്കണിലാണ്. കർണാടകയുടെ ബോർഡറൊക്കെ കൊങ്കണിൽപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ കിട്ടണം. നവാസ് ഷേവ തുറമുഖം എവിടെയാണ്? ഈ പറയുന്ന കൊങ്കണിലാണ്. മർമ്മ ഗോവ എവിടെയാണ്? ഈ പറയുന്ന കൊങ്കണിലാണ്. അങ്ങനെയാണെങ്കിൽ പിള്ളേരെ, സെന്റ് മേരീസ് ദ്വീപും ഉടുപ്പി ജില്ലയിലെ മാൽപേ തീരത്താണ് ഇങ്ങനെ ഒരു ദ്വീപ് ഉള്ളത്. സെന്റ് മേരീസ് ദ്വീപ് എന്താണ് പ്രത്യേകത? ദ്വീപ് നിറയെ ഷഡ്ഭുജം, നോക്കണേ, ഹെക്സഗൺ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ. നമ്മൾ കൊത്തുപണി വെച്ച് ചെയ്ത ഒരു പാറക്കൂട്ടങ്ങൾ പോലെ മനോഹരമായി ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് അവിടെയുള്ള പാറക്കൂട്ടങ്ങളൊക്കെ കാണുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഇപ്പൊ സെന്റ് മേരീസ് ദ്വീപ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പുതിയ ഫാക്ട് ആണ്. പുതിയ SCERT ഇങ്ങനെ പഠിക്കണം. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്ത് രൂപപ്പെട്ടവയാണ് ഇവ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്ത് രൂപപ്പെട്ടതാണ് ഈ പറഞ്ഞ സെന്റ് മേരീസ് ദ്വീപിലെ ഈ കാണുന്ന ശിലകൾ. ഓക്കെ, ജിയോളജി എന്താ പറയാ, ഒരു പ്രത്യേക ഷേപ്പിലാണല്ലോ. അപ്പൊ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇത് കാണാൻ വേണ്ടി ആളുകൾ വരും. സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മാൽപേ മത്സ്യബന്ധന ഹാർബർ എവിടെയാണ്? ഓക്കെ, ഈ പറയുന്ന കൊങ്കൺ തീരത്താണ്. കൃത്യമായിട്ട് പഠിച്ചല്ലോ. നവാസ് ഷേവ വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി മലബാർ തീരത്തേക്ക് പോകാം. മലബാർ തീരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ കായലുകൾ, വേമ്പനാട്ട് കായലിലേക്ക് ചോദ്യം വരാം അല്ലെ. അതുപോലെ പല ചോദ്യങ്ങളും കേരള ഫാക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഇവിടെ മംഗലാപുരം മുതൽ എന്ന് വെച്ചാൽ കർണാടകയുടെ ബോർഡർ തുടങ്ങുകയാണ് വടക്ക്, അവിടെ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ആ ബോർഡർ കിട്ടണേ. ഓക്കെ, മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് കേരളത്തിന്റെ കോസ്റ്റൽ ലൈൻ ഓർമ്മ വരും അല്ലെ. കേരളത്തിന്റെ ഇപ്പൊ പുതിയ കണക്ക് പ്രകാരം എത്രയാടാ? 590 ആണ് അല്ലെ. അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടാകും. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നിങ്ങളുടെ ഒരു ധാരണ, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് അറിയുന്നത് കമന്റ് ചെയ്തേ. ഇതെപ്പോഴും മാറിപ്പോകാറുണ്ട്. തെക്ക് വടക്ക് നീളവും കടൽ തീരത്തെ ദൈർഘ്യം വ്യത്യാസമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, എക്സാക്ട് കണക്കല്ല എങ്കിലും ഏകദേശം കാസർഗോഡിന് കുറച്ച് മുകളിൽ മംഗലാപുരമാണ്. അപ്പൊ അവിടെ മുതൽ നോക്കുമ്പോൾ കുറച്ചുകൂടി അധികം വേണം. പക്ഷേ SCERT 580 കിലോമീറ്റർ ആണ്. നിങ്ങളത് പഠിക്കുക. 580 കിലോമീറ്റർ.
അപ്പൊ എത്രയായിരുന്നു കൊങ്കൺ പറഞ്ഞത്? 500 കിലോമീറ്റർ. അപ്പൊ കൊങ്കൺ തീരത്തെക്കാൾ വീതി കൂടുതലാണ് കേരള തീരത്തിന്. പശ്ചിമഘട്ട മലനിരകൾ കാരണം കൊങ്കൺ തീരത്തിന്റെ വീതി വളരെ കുറവാണ്, ഇടുങ്ങിയതാണ്. പ്രത്യേകം ഞാൻ സ്റ്റാർ ഇട്ട് പഠിപ്പിച്ചു. അപ്പൊ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം ഏറ്റവും ഇടുങ്ങിയത് എവിടെയാണ് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാ കൊങ്കണാണ്. കൊങ്കൺ എന്ന് കേൾക്കുമ്പോൾ ഞാൻ ട്രെയിനൊക്കെ പോകുന്ന ആലോചിക്കല്ലേ, ഒരുപാട് പാറക്കൂട്ടങ്ങൾ ഇടുങ്ങിയതാണ്. അപ്പൊ ഇവിടെ ക്ലിഫുകളുണ്ട്, ബീച്ചുകളുണ്ട്, കടൽ സ്തംഭങ്ങളുണ്ട്, അഴിമുഖങ്ങളുണ്ട്, പൊഴികളുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പൊ പൊഴികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഗുജറാത്തിൽ പൊഴികൾ കേട്ടില്ല, നിങ്ങൾ കൊങ്കണിൽ കേട്ടില്ല. ചിലപ്പോൾ ചോദിക്കാം പശ്ചിമ തീര സമുദ്രത്തിൽ പൊഴികൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന തീരസമതലങ്ങളിൽ പൊഴികൾ കാണപ്പെടുന്നത്, അതിനകത്ത് വടക്കൻ സിർക്കാർസ്, മലബാർ തീരം, കൊങ്കൺ, ഗുജറാത്ത് ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ് പൊഴികൾ നമുക്ക് ഇതിൽ പറയുന്നുണ്ട്, ക്ലാസ് തന്നെ പറയാട്ടോ. മലബാർ തീരത്തെ പ്രത്യേകതകൾ, ഇവിടെ കായലുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞല്ലോ വേമ്പനാട്ട് കായലുകൾ നമുക്ക് അറിയുന്നുണ്ട്, വേമ്പനാട്ട് കായലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന തീരസമുദ്രത്തിൽ ഒരു കനാൽ അല്ലെ, ഈ പറയുന്ന പഴയ അറബിക്കടലിനോട് സമാന്തരമായിട്ടൊരു കനാൽ ഉണ്ട്. എല്ലാം മുതൽ കോട്ടപ്പുറം വരെ നിങ്ങൾ ആദ്യം പഠിച്ചിരുന്നു, അതിപ്പോ നീട്ടി. അപ്പൊ ഈ ഒരു കനാലാണ് നമ്മൾ നാഷണൽ വാട്ടർവേ 3 എപ്പോഴും പഠിക്കുന്നതാണ്. അപ്പൊ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്, അതിപ്പോ നീട്ടിയിട്ടുണ്ടെങ്കിലും നാഷണൽ വാട്ടർവേ 3 കൃത്യമായിട്ട് പഠിച്ചോളുക. PSC പരീക്ഷകൾ 100-ലധികം തവണ ചോദിച്ചാണ്. എവിടെ മുതലാണ്? വീണ്ടും പുതിയ SCL എന്താണ് പറയുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളിലൊന്നായ നാഷണൽ വാട്ടർവേ 3 കുറിച്ച് പറയുന്നു. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കായലുകൾ മലബാറിലുണ്ട്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉയർന്നു കാണപ്പെടുന്നു. അപ്പൊ അവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ, വർക്കല ക്ലിഫ് ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ വർക്കല അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ക്ലിഫ് ആ ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ഈ കടലിന്റെ തീരം വരികയാണ്. നിങ്ങൾ ബീച്ചിൽ ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബീച്ചിൽ ഓടിക്കളിക്കാം. വർക്കലയൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ രീതിയാണ്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, കേരളത്തിനകത്ത് ഇങ്ങനത്തെ പല രീതിയിലുള്ള തീരഭൂരൂപങ്ങളുണ്ട്. പൊഴികള്, അഴിമുഖങ്ങള്, ബീച്ചുകള്, ക്ലിഫുകളൊക്കെ ഉണ്ട്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ നല്ല ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് അല്ലെ, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച് ഒക്കെ ചോദിക്കും. അപ്പൊ മാൽപ്പേ ബീച്ച് പഠിച്ചോ. അതുപോലെ തന്നെ വരയാൽ എന്നുള്ള കൺസെപ്റ്റിൽ അല്ലെ, വരവാല് പഠിച്ചു. ഇനി നമുക്ക് കിഴക്കൻ തീരസമുദ്രത്തിൽ പോയാലോ? വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ആകെ നീളം പറഞ്ഞത് 1840 ആയിരുന്നു. ഓർത്തെടുക്കണേ, റിവിഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുക. ഇത് 1840 ആയിരുന്നു. പടിഞ്ഞാറ് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കൂ, 1800 SCERT പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് SCERTയിലെ കണക്കാണ് ഇത്. ഇവിടെ പൂർവ്വഘട്ടം, പശ്ചിമഘട്ടമാണ് പടിഞ്ഞാറൻ മേഖലയിലെങ്കിൽ പൂർവ്വഘട്ടം, ആ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും അല്ലെ നടുക്ക് നിൽക്കുന്ന ഒരു ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, നേരത്തെ കണ്ടല്ലോ. അപ്പൊ ആ ഒരു പർവ്വത നിരക്കും ബംഗാൾ ഉൾക്കടലും ആ ഒരു ഗ്യാപ്പിൽ കിടക്കുന്നതാണ് കിഴക്കൻ തീരസമുദ്രം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ, ശ്രദ്ധിക്കണേ, മഹാനദിയുടെ ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഹാനദി, നമുക്ക് ഫോട്ടോ ഒന്നും കാണിച്ചില്ല, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ മഹാനദിയുടെ ഡെൽറ്റ പ്രദേശം കാണാം. അവിടെ മുതല് ഇങ്ങ് താഴെ കന്യാകുമാരി വരെ ഇതാണ് പൂർവ്വഘട്ടം. അപ്പൊ പൂർവ്വഘട്ടത്തിനെയും ബംഗാൾ ഉൾക്കടലിനെയും നടുക്ക് കാണുന്ന 2 ആയി നമ്മൾ മുറിച്ച ഈ പറയുന്ന പൂർവ്വ തീരമേഖല, അവിടെ വടക്കൻ സിർക്കാർ തീരമെന്നും കോറമാൽ തീരമെന്നും തിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ? നോക്കാം അല്ലെ. അവിടെ വടക്കൻ സിർക്കാർ, അതിന് മുമ്പായിട്ട് എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ ചില പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഈ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, 4 നദികളെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം ചോദിക്കാം കിഴക്കൻ തീരസമതലം രൂപപ്പെടാൻ കാരണമായ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ സഹായിച്ച നദികളിൽ പെടാത്തത് ഏത്? അവിടെ നിങ്ങൾക്ക് പടിഞ്ഞാറൻ മേഖലയുടെ നർമ്മദയോ താപ്തിയോ കൊടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയൊക്കെ ചോദ്യം വരാണ്ട് LGS കേട്ടോ. അപ്പൊ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, ഇതിന്റെയൊക്കെ ഒരു റൂട്ട് അറിഞ്ഞിരിക്കണം. നദികളൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്, ഇതൊക്കെ എങ്ങോട്ടാണ്? ഈ പറയുന്ന കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പോവാണ്. കാവേരി ഉണ്ട്, ഗോദാവരി ഉണ്ട്, കൃഷ്ണയുണ്ട്, മഹാനദിയുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളല്ല. ഓക്കെ. അപ്പോ ഈ നദികൾ ഉപദ്വീപ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഇത് രൂപപ്പെട്ടത്, കിഴക്കൻ തീരസമുദ്രം. ഇതൊരു ഉയർത്തപ്പെട്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ കുട്ടനാട് ആലോചിച്ചുകൊണ്ട് പടിഞ്ഞാറൻ തീരസമുദ്രത്തെ താഴ്ത്തപ്പെട്ട തീരസമുദ്രം, അതാണ് ഒരു പുതിയ കൺസെപ്റ്റ്. SCERT പുതിയ പഠിക്കുമ്പോൾ പുതിയ കൺസെപ്റ്റ് ആണ് ഉയർത്തപ്പെട്ട തീരം, താഴ്ത്തപ്പെട്ട തീരം. പഴയ SCERT അതൊന്നുമില്ല. അപ്പൊ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമുദ്രം. സ്വാഭാവികമായിട്ടും കിട്ടും. ഡെൽറ്റകളെ കുറിച്ചൊക്കെ നമുക്ക് എന്താന്ന് പറയാം. അതിനു മുമ്പായിട്ട് വടക്കൻ സിർക്കാർ, ഏറ്റവും മുകളിലുള്ള വടക്കൻ, നമുക്കത് പറഞ്ഞാലോ. മഹാനദി ആ ഒരു ഡെൽറ്റ മുതൽ കൃഷ്ണ വരെയാണ്, ഇത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ മഹാനദി മുതൽ കൃഷ്ണ ഡെൽറ്റ വരെയുള്ളതാണ് വടക്കൻ സിർക്കാർ തീരം. ഇവിടെ ഗോദാവരി അല്ല, കാവേരി അല്ല, കൃഷ്ണ വരെ. ഇതിന്റെ മേഖല എന്ന് വെച്ചാൽ ഒഡീഷ, സ്വാഭാവികമായിട്ടും മഹാനദിയിലുണ്ട്, ഒഡീഷ ഉണ്ടാവും, ആന്ധ്രാപ്രദേശ്, ഇതാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. ഇവിടെ ബംഗാളിലെ കുറച്ച് ഏരിയ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ് SCERT പറഞ്ഞത്, അതുകൊണ്ട് അത് പറഞ്ഞാൽ മതി കേട്ടോ.
SCERT ആദ്യം ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം പല തെറ്റുകളും ഇതിനകത്ത് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഒഡീഷയില് ഉത്കൽ സമതലം അല്ലെ, നമ്മുടെ ജനഗണമനല്ലേ ദ്രാവിഡ ഉത്കല ബംഗ, അപ്പൊ ഉത്കൽ സമതലം ഒഡീഷയിലെ. ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് ഇത് അറിയപ്പെടുക. അപ്പൊ ഈ പറയുന്ന വടക്കൻ സർക്കാർ ആന്ധ്രയിൽ ആന്ധ്ര എന്നും ഒഡീഷയില് ഉത്കൽ സമതലം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒഡീഷയിൽ എന്താ അറിയപ്പെടുക? ഉത്കൽ സമതലം, ഉത്കൽ സമതലം, ഉത്കൽ സമതലം. അപ്പൊ വേണമെങ്കിൽ വടക്കൻ സർക്കാർ എന്നുള്ളതിന് നമുക്ക് അതിനെ രണ്ടായി തിരിക്കാം, ആന്ധ്ര സമതലം എന്നും ഉത്കൽ സമതലം എന്നും. ക്ലിയർ? മഹാനദി, ഗോദാവരി, കൃഷ്ണ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഗോദാവരി ഉണ്ട്, പക്ഷെ ബോർഡർ പറയുമ്പോൾ മഹാനദിയും കൃഷ്ണയും പറയണം കേട്ടോ. അപ്പൊ അതുപോലെ മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന, ശ്രദ്ധിക്കണേ, മഹാനദി ഡെൽറ്റയ്ക്ക് തെക്ക് ഭാഗത്ത് താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഒന്നാമത്തൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം, എന്ത്? വടക്കൻ സിർക്കാർ തീരത്താണ് എന്തുള്ളത്? ചിൽക്ക, ചിൽക്ക, ചിൽക്ക. കേട്ടോ? ചിൽക്ക പഠിച്ചല്ലോ. ആന്ധ്രയിൽ എന്ത് കാണുന്നു? കൊല്ലേരു. നിങ്ങൾക്കറിയാം അല്ലെ? നടേശ കൊല്ലണ്ട നമ്മൾ പറയാറുണ്ട്, രണ്ട് ഡെൽറ്റകൾക്കിടയിൽ കൊല്ലണ്ട എന്ന് പറയാറുണ്ട്. അപ്പൊ കൊല്ലേരു തടാകം രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ചിൽക്ക, കൊല്ലേരു എവിടെയാണ്? വടക്കൻ സിർക്കാറിലാണ് കേട്ടോ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. എന്ന് ജില്ല എന്നല്ല, വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാനപ്പെട്ട തുറമുഖം, രണ്ടെണ്ണം. മൂന്നാമത്തെ പോയിന്റ് വടക്കൻ സിർക്കാറിലെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്ന് ചിൽക്ക തടാകം, കൊല്ലേരു തടാകം. മൂന്നാമത്തെ പോയിന്റ് വിശാഖപട്ടണവും മസൂലിപട്ടണവും. ഇത് മാത്രമല്ല, ഒരുപാട് തുറമുഖങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് SCERT പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതായിരിക്കും ചോദിക്കാം. അപ്പോ വിശാഖപട്ടണം, മസൂലിപട്ടണം. അതുപോലെ തന്നെ ശ്രീകാകുളം, ചില പ്രദേശങ്ങൾ കൂടി പഠിച്ചു. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണത്തിൽ കാണപ്പെടുന്നു. ആന്ധ്ര എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, നെല്ലറയാണ് ആന്ധ്ര. അപ്പൊ ഒരുപാട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ തീരസമതലങ്ങളാണ്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയ ഒരു സ്ഥലമാണ് ശ്രീകാകുളം. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയണ്ടാവില്ല, ഞാനത് സ്റ്റാർ ഇട്ട് വെക്കാം, ഒന്ന് പഠിക്കാൻ. എന്റെ പിറകിൽ കാണാം ശ്രീകാകുളം, വടക്കൻ സിർക്കാർ. കൊല്ലേരു, ചിൽക്ക, വിശാഖം, മസൂലി, ശ്രീകാകുളം, 5 എണ്ണം. പിന്നെ ഗോദാവരി വന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടിക്കോളും, കാരണം താഴോട്ടല്ല, കോറമെന്റിലല്ല ഗോദാവരി, നിങ്ങൾക്ക് അറിയാലോ. ഗോദാവരിയുടെ ഒഴുക്കൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി എവിടെയാണ്? ഈ പറഞ്ഞ വടക്കൻ സിർക്കാർസിലാണ്. ഓക്കെ, അപ്പോ മത്സ്യബന്ധന തുറമുഖം കിട്ടി. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാതെ, കടലൂർ മത്സ്യബന്ധന തുറമുഖം ഏത് തീരത്താണ്? കടലൂർ. നമ്മളിപ്പോ മലബാർ പഠിച്ചു, അവിടെ കേട്ടില്ല അല്ലേ? അതുപോലെ തന്നെ കൊങ്കൺ പഠിച്ചു, അവിടെയും കേട്ടിട്ടില്ല. കൊങ്കണിൽ മാൽപ്പയ, ഗുജറാത്തിൽ വരവാല. ഇപ്പൊ നമ്മൾ പഠിച്ച വടക്കൻ സിർക്കാർസില് ഈ പറയുന്ന മസൂലിപട്ടണവും വിശാഖപട്ടണവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. കടലൂർ പറഞ്ഞില്ല. അപ്പൊ ഇത് SCERT ഉണ്ട്. അപ്പൊ കടലമ്മ കരഞ്ഞതിലെ പാട്ടൊക്കെ അല്ലേ, അത് നമ്മുടെ വേടന്റെ. അപ്പൊ കടലൂർ, 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 കടലിന്റെ ഊരിലാണ് മത്സ്യബന്ധനം. കടലിന്റെ ഊരല്ലടാ, എവിടെയാണെന്നറിയോ? പറഞ്ഞു. ഇതാ കോറമാൻഡൽ. എവിടെയാണ്? കോറമാൻഡൽ. അപ്പൊ ഇതാ നമ്മൾ 5ാമതായി പഠിക്കുന്ന തീരം, ഡിവിഷൻ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത് അല്ലെ, വടക്കൻ സിർക്കാർസ് കഴിഞ്ഞു കോറമാൻഡൽ. തമിഴ്നാടിനോട് ചേർന്ന മെറീന ബീച്ചൊക്കെ കാണാൻ ചെന്നൈയിലെ അല്ലെ. തമിഴ്നാടിന്റെ കന്യാകുമാരി മുതൽ അങ്ങ് ഈ പറയുന്ന ഇവിടെ വരെ, കൃഷ്ണ നദി വരെ, കൃഷ്ണ മുതൽ മഹാനദി വരെയാണ് വടക്കൻ സിർക്കാർസ്. പഠിക്കണേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ക്ലാസ് ശ്രദ്ധിച്ചിരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് കേട്ടോ. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടില്ല, ഇതുവരെ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. എല്ലാവരും ക്ലാസ് ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് ക്ലാസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ കൃഷ്ണ നദി മുതൽ അല്ലെങ്കിൽ കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമുദ്രമാണ് കോറമാൻഡൽ. ഇവിടെ ശ്രദ്ധിക്കണേ, എന്താണ് ഈ പറയുന്നത്? കാവേരി നദിയുടെ ഡെൽറ്റ. നേരത്തെ ഗോദാവരി, കൃഷ്ണ, മഹാനദി, ഇത് മൂന്നുമാണ് വടക്കൻ സിർക്കാർസ്. അല്ലെങ്കിൽ ഇവിടെ കാവേരി നദിയുടെ ഡെൽറ്റയാണ് ഈ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമുദ്രത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നുണ്ട്. ഓൾറെഡി വടക്കൻ സിർക്കാർസിൽ നെൽകൃഷിയുണ്ട്. ഒരു പ്രധാനപ്പെട്ട തടാകമാണ് പുലി. പുലി ഇങ്ങനെ ഭയങ്കര കോറിങ്ങനെ മാന്തുക ചെയ്യുക, ഇങ്ങനെ കോറി മാന്തും പുലി കേട്ടോ. പുലിക്കട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയുള്ളത്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ശ്രീഹരിക്കോട്ട എവിടെയാണ് ചോദിക്കും. പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്തുള്ള ശ്രീഹരിക്കോട്ട കോറമാൻഡൽ തീരത്താണ്. പുലിക്കെട്ട് തടാകം പോയിന്റ്, പുലി അല്ലെ, പുലി ഇങ്ങനെ പോയിന്റ് നോക്കിയിട്ടാണ് ഇങ്ങനെ കോറി മാന്തുക എന്നല്ല ചെയ്യും. കോറമാൻഡൽ പുലി എന്ത് നോക്കിയിട്ടാണ്? പോയിന്റ്, ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പുലി ഇങ്ങനെ കോറി മാന്തും. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പറയുക കേട്ടോ. അപ്പൊ പോയിന്റ്, കാലിമർ, പക്ഷികൾ തമിഴ്നാട്ടിലാണ്. പിച്ചാവാരം, കണ്ടൽക്കാടുകൾ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇതൊക്കെ കോറമാൻഡലിലാണ്. പഠിച്ചു വെക്കണേ. പിച്ചാവാരം, കണ്ടൽക്കാടുകൾ, പോയിന്റ്, കാലിമർ, പക്ഷി സങ്കേതം, പുലിക്കെട്ട് തടാകം. ഓക്കെ, പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകൾ ഇതായിരിക്കും ഒരുപക്ഷെ പിള്ളേരെ നിങ്ങൾക്ക് കിട്ടാത്തത്. പോയിന്റ്, കാലിമർ PYQ ആണ്. പിച്ചാവാരം, കണ്ടൽക്കാടുകൾ PYQ ആണ്.
പുലിക്കെട്ട് തടാകം PYQ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പുലിക്കെട്ടും പിച്ചാവരവും പോയിന്റ് കാര്യങ്ങൾ കിട്ടും. എന്നാൽ പുതിയ പിള്ളേരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം പഠിച്ചവർക്ക്. എന്നാൽ ഇതൊരു പക്ഷേ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. പുതിയ SCRT നല്ല പോയിന്റ് ആണ്. എന്താണ്? നാഗപട്ടണവും കടലൂറും പഠിച്ചു വെച്ചേ. കടല നാഗങ്ങൾ ഉണ്ടത് ഒക്കെ പാട്ടൊക്കെ പാടി പഠിക്കുക. കോറമാൻഡൽ, കടലൂർ, നാഗപട്ടണം, കോറമാൻഡൽ, കടലൂർ, നാഗപട്ടണം, കോറമാൻഡൽ. കിട്ടിയോ? കടലൂറും നാഗവും എങ്ങോട്ടാണ്? ഈ പറയുന്ന പുലി പോയിന്റ് നോക്കി കോറും, പിച്ചി ചീന്തും, കടലിൽ നാഗം വരും. എല്ലാം ആലോചിക്കുക, രസമാണ് പഠിക്കാൻ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാല് പോയിന്റ് നോക്കി പുലി ഇങ്ങനെ കേറി മാന്തും, പിച്ചി ചീന്തും, പിച്ചി വാരും, അല്ലെ? പിച്ചാവാരം. കടലിന്റെ അടുത്ത് നിന്ന് വരും, ഒരുപാട് നാഗങ്ങൾ വരും. കടലൂർ, കടലൂർ, നാഗപട്ടണം. ഇങ്ങനെയൊക്കെ രസമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക, മാർക്ക് കിട്ടും. നോക്കൂ, ലക്ഷദ്വീപ് സമൂഹം കേരള തീരത്ത് നിന്ന് ഏകദേശം എത്ര ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപ് സമൂഹം പഠിച്ചു വെച്ചേ. ലക്ഷദ്വീപ് സമൂഹം 150 മുതൽ 280 ആണോ? SCRT പറയുന്ന സംഖ്യ പ്രകാരം ഓപ്ഷൻ ഡി ആണ് 280 മുതൽ 480 വരെ. നോക്കൂ, SCRT കൃത്യമായിട്ട് പറയുന്നു, കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. അറിയാലോ? അറിയാം. പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. ലക്ഷദ്വീപുകൾക്ക് വളരെ ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ, അല്ലെ? 36 ദ്വീപുകൾ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ലക്ഷദ്വീപിൽ ആകെ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപ് സമൂഹങ്ങളാണ്. അതിനകത്ത് എത്ര എണ്ണത്തിലാണ് ആൾ താമസമുള്ളത് മക്കളെ? 10. 36ൽ 10. 10/36 പഠിച്ചല്ലോ. 10 എണ്ണത്തിലാണ് ജനവാസമുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. എല്ലാവർക്കും അറിയുന്ന ഫാക്ട് ആണ്, ഞാൻ അധികം പറയുന്നില്ല. കവരത്തിയാണ്. ഏറ്റവും വലുത് ആന്ത്രോത്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര് എല്ലാവരും അറിയുന്നവർ കമന്റ് ചെയ്യുന്ന എന്റെ പ്രതീക്ഷ. ലക്ഷദ്വീപിനെ കുറിച്ച് ഇത്രയും നേരം ക്ലാസ് കേട്ട അറിയുന്ന നിങ്ങൾ ഒരു 100-200 പേരൊക്കെ കമന്റ് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ ഊർജ്ജം. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്നത് ഞാൻ അറിയേണ്ടടാ, ഒന്ന് കമന്റ് ചെയ്യണം പിള്ളേരെ. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷത. കേട്ടോ, ലഗൂണുകൾ. എന്താണ് ലഗൂണ്? ഇതാണ് ലഗൂണ്. നമുക്ക് നോക്കിയാൽ നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ പോയിട്ട് കടലിലേക്ക് നോക്കി ഈ ഒരു ലുക്ക്, ഈ ഒരു ഭംഗി, ഈ ഒരു ഫീൽ കിട്ടും നമുക്ക്. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്ന് വിളിക്കുക. കേട്ടോ, ആഴം ഉണ്ടാവില്ല. അതുകൊണ്ട് ആഴക്കടൽ നമുക്ക് നോക്കിയാലൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെ? നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ടല്ലോ. അപ്പൊ കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങൾ എന്ന് വിളിക്കും. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ലഗൂണുകൾ എന്ന് വിളിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷദ്വീപിലെ തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യം ചൂരയാണ്. കേട്ടോ, ചൂര. ചൂര പല പേര് പല നാട്ടിൽ അറിയപ്പെടുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്ന് എനിക്കല്ല, നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പോ ഈ ചൂര മത്സ്യം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷദ്വീപുകാർ ഉണ്ടാക്കിയെടുക്കുന്ന, ഉണക്കിയെടുത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് മാസ്. എന്താണ്? മാസ്. നമ്മുടെ പീരിയോഡിക് ടേബിള് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ആ മാസ് അല്ല ഇത്, അല്ലെ? മാസ്, ചൂരയുടെ മാസ് അടിപൊളി ടേസ്റ്റാ മക്കളെ, പഠിച്ചോ. എന്താണ്? മാസ്, ചൂരയുടെ മാസ് അടിപൊളി ടേസ്റ്റാ മക്കളെ, പഠിച്ചോ. ഞാൻ കഴിച്ചിരുന്നില്ല, ചുമ്മാ പറഞ്ഞതാ. അവിടെ തെങ്ങാണ് പ്രധാനപ്പെട്ട കാർഷിക വിള, അല്ലെ? കൊപ്രയുണ്ട്. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന ഒരു വിനോദസഞ്ചാര മേഖലയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഈ ഒരു ചോദ്യം ഒരുപക്ഷെ പഠിച്ചു പോയാൽ നിങ്ങൾ തെറ്റിക്കും. കാരണം ലക്ഷദ്വീപ് ഉണ്ട്. റാൻ ഓഫ് കച്ച് നമ്മൾ ഉണ്ട് എന്ന് ചിന്തിക്കും. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വരുത്തും. ഇത് രണ്ടും ഒന്നാണ് ഭൂരിഭാഗം ആളുടെ വിചാരം. അല്ല. റാൻ ഓഫ് കച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ? ലവണ മരുഭൂമി. എടാ, ഈ മരുഭൂമിയിൽ എങ്ങനെയാടാ ഈ ഉണങ്ങി കിടക്കുന്ന സമയത്ത് എങ്ങനെ പവിഴപ്പുറ്റുണ്ടാകുക? അപ്പൊ ഇത് തെറ്റാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറയാം. ഗൾഫ് ഓഫ് മന്നാർ എന്തായാലും അതുണ്ടാവും. ഇത് തെറ്റാണെങ്കിൽ പിന്നെ ആൻഡമാനൊക്കെ വർദ്ധിക്കാൻ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് റാൻ ഓഫ് കച്ചിന് പകരം എന്ത് കാണാൻ പറ്റും എന്നറിയോ നിങ്ങൾക്ക്? ഗൾഫ് ഓഫ് കച്ച് കാണാം. കണ്ടോ, നിങ്ങൾ ഏറ്റവും അടിയിൽ ശ്രദ്ധിച്ച ഗൾഫ് ഓഫ് കച്ച്. റാൻ ഓഫ് കച്ചിനോട് ചേർന്നുള്ള കടൽ ഭാഗമാണ് ഗൾഫ് ഓഫ് കച്ച്. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഞാനൊരു ട്രിക്കി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ മാറ്റിയതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ഇതൊക്കെ വന്നാൽ കത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഗൾഫ് ഓഫ് കച്ച്. കേട്ടോ, അപ്പൊ പവിഴ ദ്വീപുകൾ എന്താണ്? കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങളെടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ്
പവിഴ ദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. അപ്പൊ നിങ്ങളിത് മനസ്സിരുത്തി വായിക്കണം. ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞാലും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക. PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും കേട്ടോ. അതുപോലെ ആലോചിച്ച് വെക്കുക. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ ഉഷ്ണമേഖലയില് നമ്മുടെ ഇന്ത്യയുടെ മേഖല പറയുന്നത് കേട്ടോ. തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ മേഖലകളാണ് ഇത് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപ് അവിടെയുണ്ട് പവിഴപ്പുറ്റുകൾ. ഗൾഫ് ഓഫ് കച്ച് നമ്മൾ പറഞ്ഞ കച്ചിനോട് ചേർന്ന് നിൽക്കുന്നു. ഗൾഫ് ഓഫ് മന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. 4 എണ്ണം പഠിച്ചു വെക്കുക. ഗൾഫ് ഓഫ് മന്നാർ, ഗൾഫ് ഓഫ് കച്ച്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ പറയുന്നത് പഠിക്കാം. ബംഗാൾ ഉൾക്കടലാണ് ഈ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ. ലക്ഷദ്വീപ് ഈ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകൾ ഉണ്ട് അവിടെ. നോക്കൂ, അഗ്നിപർവ്വതം ഉണ്ട്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ നമ്മള് ആൻഡമാൻ എന്നും നിക്കോബാർ എന്നും രണ്ടായിട്ട് തിരിക്കാറുണ്ട്. നമുക്ക് അതിന്റെ ഫോട്ടോ നോക്കാം. കണ്ടോ, നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പോർട്ട് ബ്ലെയർ കണ്ടോ ഇവിടെ അതിന്റെ തലസ്ഥാനമാണ്. അപ്പോ നിലവിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ പുതിയ തലസ്ഥാന നഗരത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ആ പേര് അറിയുന്നവർ കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖല അതാ ഈ ഒരു വര ഞാൻ വരയ്ക്കും. ഇതിനെന്ത് വിളിക്കും? കൃത്യമായിട്ട് മുറിക്കുക 10 ഡിഗ്രി ചാനൽ. ഇവിടെ പറയുന്നത് നോക്കൂ, ആൻഡമാനെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്ന കടൽ ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. പഠിച്ചല്ലോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. എത്ര തവണയായി ഇത് PYക്ക് ചോദിച്ചറിയോ? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബാരൻ 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 ദ്വീപുകൾ. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. ഓക്കെ, ഏകദേശം 572 ദ്വീപുകൾ. കൃത്യമായിട്ട് ആ സംഖ്യ പഠിക്കണം. 572 ദ്വീപുകളാണ് CRT പറയുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ളത്. അവിടെ എത്ര ദ്വീപിൽ മാത്രമേ ഉള്ളൂ? 38 ദ്വീപുകളിൽ മാത്രമേ ഉള്ളൂ. ലക്ഷദ്വീപ് നിങ്ങൾക്ക് അറിയാം 10 ദ്വീപുകളായിരുന്നു അല്ലെ? ഓക്കെ, ഇവിടെ 38 ദ്വീപിലാണ് എന്തുള്ളത്? ജനവാസമുള്ളത് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗോത്ര വിഭാഗങ്ങളാണ് മിക്ക ദ്വീപുകളിലും. തദ്ദേശീയമായ ഗോത്ര ജനവിഭാഗങ്ങളുള്ളത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്ര പ്രദേശം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുടെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഇന്ദിരാ കോൾ ചെയ്യും. ഡൽഹി കുതിന് ഇന്ദിരാഗാന്ധി കോൾ ചെയ്യും. കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റ് ഇന്ദിരാ പോയിന്റ്. പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഗുഹാർ മോത്തിയും കിബിത്തും ഉണ്ട് അല്ലെ? പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്ത് ഗുഹാർ മോത്തി, കിഴക്ക് കിബിത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഏറ്റവും വടക്ക് ഇന്ദിരാ കോൾ ആണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിരാ കോൾ. കോൾ കോൾ അല്ലെ? ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. അതെവിടെയാണ്? കന്യാകുമാരിയിലല്ല. ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇന്ദിരാ പോയിന്റ് ഏറ്റവും അടിയിൽ ഗ്രേറ്റ് നിക്കോബാറിൽ കണ്ടോ. അപ്പൊ അത് ചോദിക്കും, എവിടെയാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ്. ഇന്ദിരാഗാന്ധി ഗ്രേറ്റ് അല്ലേ? ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നൊക്കെ മുദ്രാവാക്യല്ലേ? ഗ്രേറ്റ് നിക്കോബാറിലാണ്. നോക്കണേ, ലിറ്റിൽ നിക്കോബാറിലല്ല. എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിൽ ഇന്ദിരാ പോയിന്റ്. സെറ്റ് ആണല്ലോ. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അതൊന്ന് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് ആൻഡമാനെ കുറിച്ച് പറയാനുള്ളത്. അവിടെ പാറക്കെട്ടുകൾ, മണൽ ബീച്ചുകൾ, സമുദ്ര കമാനങ്ങൾ, അങ്ങനെ ക്ലിഫുകൾ, വേലിയർ അതൊക്കെ ഉണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അവിടെ ഉണ്ട്. നല്ല കാടല്ലേ, മനോഹരമായ കാട്. കാരണം നിങ്ങൾ സമുദ്ര കമാനം, നെയിൽ ദ്വീപ്, ഒരു ഫോട്ടോ കൊടുക്കണം. നെയിൽ ദ്വീപ് എവിടെയാണ് ചോദിക്കാം. നെയിൽ ദ്വീപ് എവിടെയാണ് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ. അപ്പൊ ആൻഡമാൻ നിക്കോബാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് തീരവുമായി ബന്ധപ്പെട്ട ചില ഭൂരൂപങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ലക്ഷദ്വീപ് പഠിച്ചു, ദ്വീപ് പഠിച്ചു, ആൻഡമാൻ നിക്കോബാർ എന്നൊരു ദ്വീപ് പറഞ്ഞു. തീരസമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് തീരസമുദ്രം, കൊങ്കൺ തീരസമുദ്രം, മലബാർ തീരസമുദ്രം, കോറോമാൻഡൽ, വടക്കൻ സർക്കാർ, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തീരമേഖലയിലെ ചില ഭൂരൂപങ്ങളെ കുറിച്ച് പഠിക്കണം. ക്ലിയർ ആണോടാ? ഓക്കെ, നിങ്ങൾക്ക് ഉറക്കം തൂക്കരുത്, കൃത്യമായിട്ട് പഠിക്കണേ. ഓക്കെ, ക്ലാസ് നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, എന്നാൽ ഇത് പറഞ്ഞു തീർന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങളാണ് തീരമേഖലയിൽ കാണാൻ പറ്റുക. അപ്പൊ അതിന് പല കാരണങ്ങളാണ്. കാറ്റ്, ഹിമാനി, നദികൾ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. നോക്കൂ, തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ് നോക്കുന്നത്. തിരമാല എങ്ങനെ അടിച്ചിട്ട് പല രീതിയിൽ അപരദനം നടന്നിട്ട് അവിടെ പലതും നിക്ഷേപിച്ചിട്ടൊക്കെ ചില ഷേപ്പുകളിലേക്ക് വരും. വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ് ഈ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളതാണ് ക്ലിഫുകൾ. സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വർക്കല ക്ലിഫ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. വലിയ ഹൈറ്റിൽ നമ്മളിങ്ങനെ കടൽ ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ നിന്നിട്ട് കോഴിക്കോട് ബീച്ചും വർക്കല ക്ലിഫും തമ്മിൽ വ്യത്യാസം മനസ്സിലല്ലേ? ഇങ്ങനെ പരന്ന് കിടക്കുക കോഴിക്കോട് ബീച്ച്. അപ്പൊ അതൊരു ഹൈറ്റിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ അടിച്ചിങ്ങനെ ഗോവയിലൊക്കെ പോയാൽ കാണാൻ പറ്റും ഒരുപാട് ക്ലിഫുകൾ. അപ്പൊ
ക്ലിഫുകൾ എന്ന് പറയുന്നത് മനസ്സിലായാലും തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ സ്ഥിരാശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടും. അങ്ങനെ അതിന്റെ ഫലമായി രൂപപ്പെട്ട ചെങ്കുത്തായ ഒരു കരഭാഗമായിരിക്കും, നല്ല ഹൈറ്റ് ആയിരിക്കും അല്ലെ. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടും. അങ്ങനെ ചില ഗുഹകളാട്ടോ. അതാ ക്ലിഫ് കാണാം, ഇവിടെ നിങ്ങൾക്ക് ഗുഹ പോലെയും കാണാം. ഈ ഫോട്ടോ കണ്ടിട്ടോ, ക്ലിഫ് ഈ ഹൈറ്റിലെ സമുദ്ര ഗുഹകൾ കാണാം. ഇവിടെ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന, എന്റെ പിറകിൽ ഫോട്ടോ കാണുന്നത് നിങ്ങൾ, സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. അതൊക്കെ നമുക്ക് പല സ്ഥലത്തും കാണാനുള്ള മനോഹരമായ കാഴ്ച. ഇപ്പൊ ഞാൻ ഈ കാണിച്ചെന്ന ആൻഡമാൻ നിക്കോബാറിലൊക്കെ ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ. നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാനാകൃതി കൈവരിക്കും. ഇതാണ് സമുദ്ര കമാനം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷേപ്പുകൾ കാണാം. ഇവിടെ കണ്ട നിങ്ങൾ സമുദ്ര കമാനം. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചിലർ ചിന്തിക്കും. നിരന്തരമായിട്ട് തിരമാല ഇങ്ങനെ അടിച്ച് ആ ഒരു ഗുഹ പോലെയായി, അപ്പൊ രണ്ട് ഭാഗത്ത് ഇങ്ങനെയായി, അപ്പൊ ഒരു കമാനം പോലെയായി. കണ്ടോ, സമുദ്ര കമാനം. അപ്പൊ ചുമ്മാ ഇതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു വെച്ചാൽ മതി. ഇത് എങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ചെയ്യും, കമാൻ അല്ലാണ്ടായി പോകും. ഓക്കെ, അങ്ങനെ എന്താവും, സമുദ്ര സ്തംഭമായിട്ട് മാറും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു മേൽഭാഗം ഇതങ്ങ് പൊട്ടിപ്പോയി, അപ്പൊ എന്തായി മാറും, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും അല്ലെ. അങ്ങനെ നിങ്ങൾ പല കടലിടയിലും കടലിൽ നടക്കും ഇങ്ങനെ ഒരു ചെറിയ ഭാഗം കാണാലോ, അപ്പൊ അതിനെന്ത് വിളിക്കും, സ്തംഭം എന്ന് വിളിക്കും. അപ്പൊ കമാനങ്ങൾ എങ്ങനെയാവുന്നു, ഗുഹ എങ്ങനെയാവുന്നു, അടിച്ചടിച്ച് ക്ലിഫുകൾ ഉണ്ടാവുന്നു, പിന്നെ അവിടെ ഗുഹ പോലെ ആവുന്നു, അവിടെ കമാന ഷേപ്പ് ആവുന്നു. ആ കമാനങ്ങൾ ഇതൊക്കെ ഒറ്റ വായന വായിച്ച കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ സമുദ്ര കമാനങ്ങളുടെ എന്താണ്, ആ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട ഒരു തൂണ് പോലെ കാണപ്പെടുന്നു. അതിനെ വിളിക്കും സമുദ്ര സ്തംഭം. അപ്പൊ സ്തംഭം എന്താന്ന് മനസ്സിലായി അല്ലെ, ക്ലിഫുകൾ എന്താന്ന് മനസ്സിലായി, സമുദ്ര ഗുഹകള്, സമുദ്ര കമാനങ്ങൾ, 4 കിട്ടിയല്ലോ, കിട്ടും. ഇനി നോക്കൂ, തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. അത് ഏതൊക്കെ നോക്കാം. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. നമ്മൾ ഈ കാണുന്ന ബീച്ച്, ഇപ്പൊ മെറീന ബീച്ച്, കോഴിക്കോട് ബീച്ച് ഒക്കെ പറയുന്നല്ലോ, ഇതിങ്ങനെ തിരമാല വന്ന് ചെറിയ മണലും ചരലും അടിഞ്ഞ് ഇങ്ങനെ മണൽ ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് ബീച്ച് വരുന്നത്. ബീച്ച് താനെ ഉണ്ടാകുന്നില്ല, മനസ്സിലായല്ലോ ആ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ക്ലിഫുകൾ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെയാണ്. ഇപ്പൊ വേലിയേറ്റ നിരപ്പിനും ഇറക്ക നിരപ്പിനും ഇടയിൽ അല്ലെ തിരമാല എന്ത് ചെയ്യും, ഇങ്ങനെ മണലുകൾ ചരൽ നിക്ഷേപിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ബീച്ചുകൾ. ചോദ്യം, കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽ തിട്ടകൾ അറിയപ്പെടുന്ന പേര്. ഇപ്പൊ നമ്മള് സ്തംഭങ്ങള് അല്ലെ, അതുപോലെ തന്നെ കമാനങ്ങള്, ക്ലിഫുകള്, ബീച്ച് പഠിച്ചു, പക്ഷെ മണൽ തിട്ട പഠിച്ചില്ല. അപ്പൊ എന്തായിരിക്കും, ബീച്ചാണോ? അല്ല. കമാനാണോ? അല്ല. പൊഴികൾ ഡൗട്ടാണ് അല്ലെ. അപ്പൊ മണൽ നാക്കുകൾ നമുക്ക് ആൻസർ കൊടുക്കാം. നോക്കാം, SCRT-യിലുണ്ട്. ഇതാ നോക്കൂ, ഇതാണ് മണൽ നാക്ക്. ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകൾ. നിങ്ങള് ചില പ്രദേശങ്ങള്, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, നിങ്ങൾ നോക്കുമ്പോൾ കടലിലേക്ക് ഇങ്ങനെ ഒലിച്ചു വരുന്ന മണലൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ നീണ്ട് ഇങ്ങനെ നാവ് നീട്ടി അങ്ങനെ ഉണ്ടാവും അല്ലെ, അങ്ങനെ നീണ്ട് ഇങ്ങനെ കിടക്കും കടലിലേക്ക് ഒരു ഭാഗം, ചുമ്മാ കുറച്ച് ഏരിയ അല്ലെ. ആ ഒരു ഏരിയ ഇവിടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മണൽ നാക്ക് എന്ന് ആലോചിച്ചാൽ. അപ്പൊ കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകൾ എന്ത് വിളിക്കും, നാക്ക് പോലെ, മണൽ നാക്ക്. സിമ്പിൾ പരിപാടി. ഇനി കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടകളെ നമ്മൾ എന്ത് വിളിക്കും, ഇതാ പൊഴികൾ എന്ന് വിളിക്കും. മറ്റേതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്, അതിന് പകരമായിട്ട് നമ്മൾ പൊഴികൾ കാണാറുണ്ട്. കേരളത്തിൽ പൊഴികൾ കാണുന്ന സ്ഥലം മുമ്പ് ഒരു PSC പരീക്ഷ ക്വസ്റ്റ്യൻ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. പ്രധാനമായിട്ടും നിങ്ങൾ കേരള ജോഗ്രഫി പഠിച്ചിട്ട് പൊഴി കാണുന്ന സ്ഥലം. അപ്പൊ എന്താണ് ഈ പൊഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ കടൽ തീരത്തിന് സമാന്തരമായിട്ട് ഇതുപോലെ മണലൊരു തിട്ട കാണും. മറ്റേതിങ്ങനെ മണൽത്തിട്ട അങ്ങനെ നീണ്ടു കിടക്കുക ചെയ്യുക, നാവ് പോലെ എങ്ങനെ കിടക്കും, അതൊരു മണൽത്തിട്ടകളെ നമുക്ക് മണൽ നാക്കുകൾ എന്ന് വിളിക്കും കേട്ടോ. അപ്പോ കടൽ തീരത്തിന് സമാന്തരമായി തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴി. അത് താൽക്കാലാണ്, കള്ളത്തിനും പറയാം, പൊഴി പറയാൻ പറയല്ലേ. ഇപ്പൊ പൊഴികൾ അങ്ങനെ ആലോചിക്കാം. ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകും, എന്നാൽ ഞാൻ ചെറുങ്ങനെ ഒന്ന് പറയാം. ഒരൊറ്റ വാക്കിൽ ഇത് പഠിച്ചാൽ മതി. എല്ലാവർക്കും അറിയുന്ന വാക്ക്, ആ ട്രിക്ക് പറയട്ടെ. കടൽ പകൽ, കടൽ കാറ്റ് പകൽ കാറ്റാണ്. അങ്ങ് പഠിക്കുക, പ്രാസംഗിപ്പിച്ച് പറയാം. കടൽ എന്ന് പറയുമ്പോൾ കടൽ, പകൽ എന്ന് പറയുമ്പോൾ അല്ലെ എൽ പകൽ. കടൽ കാറ്റ് പകൽ കാറ്റാണ്. ഇവിടെ കടൽ കാണാൻ നിങ്ങൾക്ക്, കടൽ ഇത് ഏതാണ്, ദാസ് കണ്ട സൂര്യനാണ്. അപ്പൊ കടൽ കാറ്റ് പകൽ കാറ്റ്, ഈ ചിത്രം പഠിച്ചാൽ മതി. കടൽ പകൽ, കടൽ പകൽ, കടൽക്കാറ്റ് പകൽ കാറ്റാണ്. രാത്രിയോ കര, കരക്കാറ്റ് രാത്രിയാണ്. കര, രാത്രി കര. ഓക്കെ. അപ്പൊ ഈ കാറ്റടിക്കുന്നത്, ആ കാറ്റ് എവിടുന്നാണോ വരുന്നത്
അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുക, പേര് പറയുക. കേട്ടോ, പേര് പറയുക. ഇത്ര മാത്രമേ നിങ്ങളോട് PSC പരീക്ഷ ചോദിക്കൂ. കടൽക്കാറ്റ് എന്താണ്, പകലാണ്. അപ്പൊ പകൽ കാറ്റാണ് എന്ത്, കടൽക്കാറ്റ്. കടൽക്കാറ്റ് ഏത് സമയത്തുള്ളതാണ്, പകൽക്കാറ്റ്. കരക്കാറ്റോ, രാത്രി. അതങ്ങ് രാരാ ലാല അങ്ങ് പഠിച്ചു വെച്ചാ കേട്ടോ, സെറ്റ് അല്ലേ? ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സമയം പോകും, അതുകൊണ്ടാണ് ഒരുപാട് സമയം കേട്ടോ. അപ്പൊ നോക്കൂ, ഇനി മൺസൂൺ തീരമേഖലയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയുന്ന 2 പോയിന്റുകൾ മാത്രം ഇവിടെയും നമുക്ക് ആവശ്യമുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. മൺസൂൺ കാറ്റുകൾ തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, പടിഞ്ഞാറൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന മേഖല, തെക്ക് താഴെ. ആ കാറ്റുകൾ ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ചോദിക്കുന്നുണ്ട്. ശരിയാണ്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ഒരാഴ്ച ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റാത്തത്, നല്ല മഴയാണ്, സൗണ്ടിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതാ ഈ പറയുന്ന മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വരുന്നു, നമ്മുടെ മലനിരകളിൽ തട്ടുന്നു അല്ലെ, പശ്ചിമഘട്ടത്തിന് ഇവിടെ ഗംഭീര മഴയാണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തു വെച്ചേക്കുക, ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇനി കിഴക്കൻ തീരസമതലങ്ങളിലേക്ക് വന്നാലോ, അവിടെ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. കിഴക്കൻ തീരസമുദ്രത്ത് കോറമാൻഡൽ തീരം എന്ന് വെച്ചാൽ തമിഴ്നാടിന്റെ മേഖലയില് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേട്ടോ. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇടിയോടുകൂടി മഴ ലഭിക്കും അല്ലേ? ഓക്കെ, നമ്മൾ തുലാവർഷം എന്നാ വിളിക്കുക. ഇപ്പോഴുള്ള മഴ ഇടവപ്പാതി എന്നാ വിളിക്കുക. അറിയാലോ? അറിയാം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. വടക്കിഴക്കൻ മൺസൂണും തെക്ക് പടിഞ്ഞാറൻ മൺസൂണും. മണ്ണിനെ കുറിച്ച് പറയുന്നത് കൂട്ടുകാരെ, നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ ഉള്ളത്. അപ്പൊ ജൈവാംശം കൂടിയ പിറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരമേഖലയിൽ കാണപ്പെടുന്നൊരു പോയിന്റ് എടുത്തു പഠിക്കുക. പിറ്റ് മണ്ണ് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് കാണപ്പെടുക, എവിടെയല്ല, കിഴക്കല്ല. അപ്പോൾ ലാറ്ററൈറ്റ്, കറുത്ത മണ്ണ്, കളിമണ്ണ്, ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇതിന്റെ പട്ടിക നോക്കാം. ഒരു ചോദ്യമുണ്ട്, ചോദ്യം പിടിക്കണം. ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? കൂടുതലായിട്ട് നമ്മുടെ SCERT പട്ടിക പ്രകാരമാണ് ഈ ചോദ്യം. കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊങ്കൺ തീരത്താണ്. നിങ്ങൾ പഠിക്കാത്തവരുണ്ടാവും, എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഇതാ ഇവിടെ നോക്കൂ, കൊങ്കൺ തീരം നിങ്ങൾക്ക് കാണാം. കൊങ്കൺ തീരം ലാറ്ററൈറ്റ് മണ്ണ് കണ്ടോ. ഗുജറാത്തിന്റെ തീരത്ത് കറുത്ത മണ്ണുണ്ട്. നിങ്ങൾക്ക് അറിയാം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് കൊങ്കണിലും അല്ലെ, അതുപോലെ തന്നെ ഗുജറാത്തിലും കറുത്ത മണ്ണ് കാണാം. തീരദേശ എക്കൽ മണ്ണ് സ്വാഭാവികമായിട്ടും കാണുന്നതാണ്. എക്കൽ മണ്ണ്, ലവണ മണ്ണും കാണുന്നുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട ലാറ്ററൈറ്റ് മണ്ണ് എവിടെ കാണുന്നു? കൊങ്കൺ തീരത്ത്. സെറ്റായിട്ട് പഠിക്കാം. കറുത്ത മണ്ണ് എവിടെയൊക്കെ കാണപ്പെടുന്നത്? പരുത്തി കൃഷിയുള്ളതുകൊണ്ട് ഗുജറാത്ത് അതുപോലെ തന്നെ കൊങ്കൺ തീരം. മലബാറിൽ എക്കൽ മണ്ണിനെ കോമൺ ആയിട്ട് നമുക്ക് മലബാർ കിട്ടും. പിറ്റ് മണ്ണ്, ഇത് അടുത്ത ബോക്സ്, പീറ്റ് മണ്ണ്. നമുക്കറിയാം, നമ്മള് പീറ്റ് മണ്ണിനെ കുറിച്ച് കേരള ഫാക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മലബാർ തീരമേഖലയിൽ എന്ത് കാണപ്പെടുന്നു? പീറ്റ് മണ്ണ് പഠിച്ചു വെച്ചേക്കുക. കിഴക്കൻ തീരപ്രദേശം, അവിടെ തീരദേശ എക്കൽ മണ്ണുണ്ട്. ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ മേഖലയിലല്ലേ? ഇപ്പൊ വടക്കൻ സിർക്കാർസ് അതല്ലെങ്കിൽ കോറമാനിലൊക്കെ ഭാഗത്താണ് ഡെൽറ്റകൾ. അപ്പൊ ഡെൽറ്റ ഒക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കുക, അത് വടക്കൻ അല്ലെങ്കിൽ കിഴക്കൻ തീരമേഖലയിൽ കേട്ടോ. ഇനി ലക്ഷദ്വീപിലോ പവിഴ മണൽ മണ്ണ്, അത് കിട്ടും നിങ്ങൾക്ക്. ആൻഡമാൻ നിക്കോബാറിലോ സമുദ്രജന്യ മണൽ മണ്ണ്, ഇതെവിടെയാണ്? ആൻഡമാനിലാണ്. സമുദ്രജന്യ മണൽ മണ്ണ്. എക്കൽ മണ്ണ് ഞാൻ പറയുന്നത് കോമൺ ആണ്. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണ് കൊങ്കണിലും, പിറ്റ് മണ്ണ് മലബാറിലും, ഡെൽറ്റകൾ കാണപ്പെടുന്ന കിഴക്കൻ തീരസമുദ്രത്തിലും, സമുദ്രജന്യ മണൽ മണ്ണ് ആൻഡമാനിലും. ബൈഹാർട്ട് പഠിക്കുക, 4 ടൈപ്പ്. അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്ന എന്നാണ്? SCERT ഫാക്ട് ആണ്. അറിയുന്നവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ. എന്നാണ്? ജൂലൈ 26 അല്ലെ? ഇവിടെ നോക്കൂ, ജൂലൈ 26 കുറിച്ച് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ ജൂലൈ 26 മറ്റൊരു ദിനം കൂടിയാണ്. ആർക്കാണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. ജൂലൈ 26 ഇന്ത്യയിൽ മറ്റൊരു ദിവസം കൂടിയായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുന്നത് ചുമ്മാ ഞാനൊന്ന് വായിക്കാൻ, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്തെ 380ഓളം കിലോമീറ്റർ തീരപ്രദേശത്തെ കണ്ടൽക്കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ കേട്ടോ. സുന്ദർബൻ. അപ്പൊ ഒന്ന് 380, മറ്റൊന്ന് സുന്ദർബൻ പഠിക്കുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റു ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾ ആവാസ കേന്ദ്രമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെ ജനങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ.
ഓക്കെ, നമ്മള് SCRT UP സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കല്ലേൻ പൊക്കുടൻ അല്ലെ. കണ്ടൽക്കാടിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കല്ലേൻ പൊക്കുടൻ. അത് നോർത്ത് വെക്കണേ. കല്ലേൻ പൊക്കുടൻ ആരുമാണ്? കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ കരിമണൽ നിക്ഷേപം കണ്ടുവരുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത്. ഇത് പുതിയ ഡാറ്റ പ്രകാരമുള്ള ചോദ്യമൊന്നും അല്ല. SCRTയിൽ 3 സ്റ്റേറ്റ് പരാമർശിക്കുന്നുള്ളൂ. അതിൽ പെടാത്ത ഏതാണ്? ഗുജറാത്ത് ആണ്. നമുക്ക് നോക്കാം. ധാതു നിക്ഷേപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ. പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്. കൽക്കരി ഒന്നും ഇല്ല കേട്ടോ, ഇനി പഠിച്ചു വെക്കണേ. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കുന്ന മോണോസൈറ്റ് അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ എന്ന് വെച്ചാൽ കേരളത്തില് ചവറയിൽ കേട്ടോ, ഒഡീഷയിലും തമിഴ്നാട്ടിലും ചില തീരങ്ങളിൽ ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. ഒഡീഷ, തമിഴ്നാട്, കേരളം. കേരളത്തിൽ എക്സാക്ട് എവിടെയാണ്? ഇതിൽ പറയുന്നതാണ് ചവറ. CRT പറയുന്നു ചവറ. ചവറ യുറേനിയം വേർതിരിച്ചെടുക്കുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കൾ കിട്ടുന്ന തീരദേശ കരിമണല് നമ്മുടെ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങൾ തീരദേശങ്ങളുണ്ട്. ഒറീസ, തമിഴ്നാട്, കേരളം. കേരളത്തിൽ ചവറയില് ഇരുമ്പയിന്, മാംഗനീസിന്, ബോക്സിന് നിക്ഷേപം കാണപ്പെടുന്നുണ്ട്. ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവർ, ഇത്രയും നേരം കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും, അറിയില്ലെങ്കിൽ അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം പറയുക ക്ലാസിനെ കുറിച്ച്. ഒരു 3 ചോദ്യം, 3 ചോദ്യം ഞാൻ തരികയാണ്. നിങ്ങൾ 3നും കമന്റ് ചെയ്യണേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ വടക്കൻ സിർക്കാർ തീരത്തിൽ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുക്കുക. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലേ ക്ലാസ് ഒന്നുകൂടി കണ്ടു നോക്കട്ടോ. രണ്ടാമത്തത്, ഷഡ്ഭുജം ആകൃതിയിലുള്ള കൽത്തൂണുകൾ. നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് കമന്റ് ചെയ്തേ. 2 മാത്രം കമന്റ് ചെയ്യുക. 1 കിട്ടുകയാണെങ്കിൽ 1ഉം 2ഉം കമന്റ് ചെയ്യുക. മൂന്നാമത്തെ ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ പഠിച്ച് ഇത്ര നേരം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഓർത്തെടുക്കാൻ പറ്റണം. ഞാൻ വായിക്കുന്നില്ല, കൂട്ടുകാരെ നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വായിച്ചിട്ട് നിങ്ങളെ ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് SCRT കംപ്ലീറ്റ് നല്ല രൂപത്തിൽ ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക, ഉത്തരം കമന്റ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റിലുണ്ട്, അത് ഫോളോ ചെയ്യുക. 2025 നമ്മൾ വരാൻ പോകുന്ന 2026 VFA, BORHLD, കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നൽകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.